ശ്രീമദ് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. വൈശാഖ മാസമാണിത്. ഇന്ന് വൈശാഖ മാസത്തിലെ 6-ാം തീയതി 5-ാം തീയതി എന്ന് മാറ്റി മാറ്റി പറയുന്നത് 5-ാം ദിവസത്തെ പാരായണം ചെയ്യുകയാണ്. വൈശാഖ മഹാത്മ്യം 5-ാമത്തെ അധ്യായം കിളിപ്പാട്ട്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മാസം ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമായിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണത്രേ മാധവ മാസം. ആ മാസത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. വൈശാഖ മഹാത്മ്യം 5-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമീ കിളിപ്പെണ്ണെ ശുദ്ധമാനസേ ബാലെ. പുത്തൻ തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്ത കൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. ഓം തത്സത്. ശ്രീമദ് വൈശാഖ മഹാത്മ്യം 5-ാമധ്യായം. ഓം തത്സത്. ആദിപുരുഷനഖിലേശ്വരൻ വിശ്വനാഥൻ വേദാന്ത വേദ്യൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ലക്ഷ്മി വല്ലഭൻ മുന്നം കൽപ്പാന്തമായ കാലേ അക്ഷയ ജീവകോടി വംശസഞ്ജയം നിത്യം കുക്ഷിയിലാക്കി പ്രളയാർണവേ യോഗനിദ്ര സാക്ഷിയായി ചിരകാലം കഴിഞ്ഞോരനന്തരം ബോധിതൻ നിമേഷാന്തേ കാലത്തു വേദങ്ങളാൽ ബോധിതനായി നാഥൻ ബോധവിഗ്രഹഭൂതൻ തന്നുടെ ജഡരത്തിൽ കിടക്കും ജീവസംഘം തന്നെ കണ്ടനു ഗംഭാസാര വിഗ്രഹനീശൻ മുന്നമേ ചെയ്ത പുണ്യപാപങ്ങൾ കൊത്തവണ്ണം തന്നെ ജീവന്മാർക്കനുഭാവമെന്നതു തന്നെ തന്നിരുള്ളം തന്നിൽ ചിന്തിച്ച നേരം തന്നെ തന്നാഭി തന്നിലുണ്ടായതൊരു തന്തിരുനാഭി തന്നിലുണ്ടായതൊരു പത്മം വിരിഞ്ഞ പത്മം തന്നിൽ വിരിഞ്ചനുദിച്ചിതു. വിരിഞ്ചൻ ചതുർദശ ഭുവനം സൃഷ്ടിച്ചിതു. ഭിന്നകർമാശയന്മാരായുള്ളൊരു ജന്തുവൃന്ദം തന്നെയും നാനാവിധം ത്രിഗുണ പ്രകൃതിയാൽ നിർമ്മിച്ചു. മര്യാദ ഭേദങ്ങളും ബഹുവിധം നിർമ്മല വർണ്ണാശ്രമ ഭേദവും ധർമ്മഭേദം എന്നിവ കൽപ്പിച്ചുടൻ പിന്നെയും ചതുർവേദം തത്ര സംഹിത സ്മൃതി സൽപുരാണേതിഹാസേ സ്വജ്ഞാനരൂപങ്ങളും തന്നദീപന്മാരെയും വിജ്ഞാനാത്തായ മുനിമാരെയും ആജ്ഞാപിച്ചു. ലോകനായകനുടെ യാജ്ഞതൽപരന്മാരാം ലോകരും പ്രവർത്തകന്മാരായിമേവും കാലം ഉൾപ്പലേക്ഷണനായ ഭഗവാൻ നാരായണൻ ഉൾപ്പൂവിൽ അഖിലേശൻ ഓർത്തരുളിനാനേവം മൽപ്രജാവൃന്ദം മതാജ്ഞാകാരന്മാരായി തന്നെ എപ്പോഴും ഉണ്ടോ നീക്കം ഏതാനും വിശേഷിച്ചും ശില്പമായി ചെന്നു കണ്ടു ധരിച്ചു പോന്നിടുവാൻ. അപ്പോൾ നല്ലവസരം എന്നതോർത്തരുളിനാൻ. വർഷകാലത്തു തോയ ശീതപങ്കാതി കൊണ്ടു ദോഷവും കുറഞ്ഞു മര്യാദകൾ ലംഘിച്ചിടും. വൈഷമ്യമല്ലോ താക ദുർവൃത്തം കണ്ടാലേറ്റം ദോഷമേ വന്നു കൂടും
മൽപ്രജാവൃന്ദങ്ങൾക്കും. അതിനാൽ അനുഗമിച്ചിടുന്നേനില്ല ഞാനു തദനു ശരൽക്കാലേ ചെന്നു കാണുകയെങ്കിൽ. അധികം പക്വഫലകാംക്ഷികൾ അപ്പോൾ ചിലർ, സുദൃഢ വർഷശീത ബീജന്മാരല്ലോ ചിലർ. എന്നതു മൂലം ധർമാദികൾക്കു ശക്തി കുറഞ്ഞന്നു ഞാൻ ചെന്നു കണ്ടാൽ എനിക്കു കോപമുണ്ടാം. എന്നുടെ കോപം കൊണ്ടു മൽപ്രജകൾക്കു നാശം വന്നിടുമെന്നാലെന്നും പോകുന്നേനില്ല ഞാനു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹേമന്തകാലേ ചെന്നുകെങ്കിലോ ജനം ന്യായമെന്നിയെ നിദ്ര ചെയ്യും ഭാസ്കരോടെ. ചല്ലല്ല കണ്ടാലുണ്ടാ കോപമെന്നുള്ളിലെന്നാലയ്യോ മൽ പ്രജകളെ എന്നുണ്ടോ കണ്ടിടാവൂ. ശിശിരേ എന്നാകിലോ വിത്രസ്ത ചിത്തന്മാരാം നിശിത ശീലം കൊണ്ടു വശഹീനന്മാരല്ലോ. വസനാദികൾ കൊണ്ടു അപുസു മൂടിപ്പാരം വ്യസനം പൂണ്ടു ചിലർ ദർശനതാളത്തോടും. കുശലപക്വഫലാസന ഭക്തന്മാർ ചിലർ അശുഭമെന്നു കണ്ടാൽ അത് ഞാൻ ചെയ്യുന്നില്ല. ആനന്ദകരമായ വസന്തകാലത്തിങ്കൽ ദീനങ്ങളൊന്നുകൊണ്ടും ജനങ്ങൾക്കില്ല നൂനം. സ്നാനദാനാദിയാഗ കർമ്മങ്ങൾക്കെല്ലാം യോഗ്യം ഊനമില്ലാതെ സമ്പൽക്കാലം എന്നതുമൂലം സർവസമ്പത്തും സർവപുഷ്പങ്ങൾ ഫലങ്ങളും സർവവസ്തുക്കൾ മറ്റു ഫലവും ഉള്ള കാലം. എന്നാൽ ഞാൻ വസന്തേജി മോദം ഉൾക്കൊണ്ടുപോയി ചെന്നാകിലവരുടെ വൃത്തിഭേദങ്ങൾ കാണാമെന്നുറച്ചൊന്നു പുറപ്പെട്ടിതുരമയുമായി പന്നകാരാദിധ്വജൻവനങ്ങൾ പുഷ്പങ്ങളോ മധ്യാന ഗ്രാമാദിയും മുനിമാർ വാഴും പൂർണ്ണശാല കളങ്കണങ്ങൾ. സ്ഥലഭേദവും ഭൂമിഭേദവും വയൽഭേദം ബലഭേദവും നഗരനദീഭേദം തൽപ്രജാ വർണ്ണാശ്രമ ബുദ്ധിഭേദങ്ങളെയും തൽപ്രണയിനിയായ ദേവിക്കു കാട്ടിക്കാട്ടി പക്ഷേന്ദ്രകളാരൂഢനായി നിജഭക്തരോടു ലക്ഷ്മിയാ സംയുതം എഴുന്നള്ളിടും അന്തരീക്ഷേ. സ്വപ്രജാവൃത്തിഭേദം കാൺമാനായ അമ്പുരാക്ഷൻ 30 ദിനമത്ര വസിക്കും ഭൂമൗനാഥൻ. അതു കാരണം വൈശാഖത്തിന് മുഖ്യമിടൂ അതിനാലെന്ന് യോഗ്യം. വൈശാഖ മാസത്തിന്റെ മുഖ്യമാണ് പറയുന്നത്. അകൃതാമെന്തോ കൃതാമെന്തെന്നും അടിനാഥൻ സുഹൃതിയാരെന്നതും ദുഷ്കൃതിയാരെന്നതും പ്രകൃതി എന്തു പിന്നെ വികൃതി ഏവമെന്നും പ്രകൃതി പുരുഷന്മാർ വീക്ഷണം ചെയ്തു. ഓം ശ്രീകൃഷ്ണായ. ഉഷസി സ്നാനം ജപ ഹോമാദി സൽക്കർമ്മവും വിഷമമില്ലാതൊരു ദാനങ്ങൾ ബഹുവിധം. ഭക്തി പൂജാതി നിജ ഭർത്തൃ ശുശ്രൂഷാദിയും ഭക്തവത്സലൻ കണ്ടാൽ ഏറ്റവും പ്രസാദിച്ചു. മേൽക്കുമേലനുഗ്രഹം നൽകിയിടും ദയാനിധി കേൾക്ക നീ നൃപോത്തമ കേശവലീലാഭേദം. മാധവൻ പരീക്ഷാർത്ഥം എഴുന്നള്ളിയിടും നേരം മാധവമാസേ മതം കലർന്നു നീചവൃത്യ. ഭക്തിയും ബഹുമാന ശ്രദ്ധാദാനാദി കർമ്മ തൃക്കരായുള്ള ജനത്തെ കണ്ടാൽ അതിവേഗം കോപിക്കും ധനാദിയുമായുസ്സും നശിപ്പിക്കും. ഭൂപതേ കേൾക്ക മധുവൈദിയെ ഭക്തിയോടും മാധവേ പൂജിച്ചാകിൽ അന്യമാസേഷു പുനരേതുമേ ചെയ്യായെങ്കിലും സഹിക്കും ദയാപരൻ. തന്നുടെ പ്രജകളെ കാൺമാനായി നൃപൻ വന്നാൽ അന്നേരം അവനിഷ്ടമാം വണ്ണം വസിച്ചാകിൽ ധന്യനാം അവൻ പ്രസാദിച്ചു ധാന്യാദി നൽകുമെന്നു പിഴയ്ക്കിലും ദണ്ഡിപ്പിച്ചിടുമല്ലോ. ലോകങ്ങൾക്കധിപതിയാം രമാപതിയുടെ ആഗമക്കാതനീശനാഗമിക്കുന്ന കാലേ സേവിക്കുന്നവർഗീശൻ കൽപ്പകോപമാദാനൻ സേവിച്ചിടാതവർക്കു വേഷ്ടിദാനവനൻ മുഖ്യത വൈശാഖത്തിനധിക നൃപോത്തമ. ചൊൽക്കൊണ്ടു മധ്യം അധ്യായങ്ങൾ 5 ഞാൻ ചൊന്നേനിപ്പോൾ. ഓം തത്സതി. വൈശാഖ മഹാത്മ്യം പഞ്ചമോധ്യായ. ഭഗവാൻ ഈ വൈശാഖ മാസത്തിൽ തൻ്റെ ജനങ്ങളെ കാണാൻ വരാനുള്ള കാരണമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്.
മറ്റുള്ള മാസങ്ങളിലൊക്കെ ജനങ്ങൾ ഓരോരോ കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഈ വൈശാഖ മാസം വസന്ത മാസമാണ്. ഒന്നുകൊണ്ടും ഫലങ്ങളൊക്കെ നിറയെ ഉണ്ടാകും. മാവും പ്ലാവും ഒക്കെ കായ്ച്ച് ഒരു ബുദ്ധിമുട്ടവും ഇല്ലാത്ത കാലമാണ്. ഈ കാലത്ത് ഭഗവാനെ ഭജിക്കുവാൻ ജനങ്ങൾക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ആ മാസം ഞാൻ എൻ്റെ ജനങ്ങളെ കാണാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് വൈശാഖ മാസത്തിൽ നാം ഇപ്രകാരം ഭഗവാനെ ഭജിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഭഗവാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന മാസമാണത്രേ വൈശാഖ മാസം. ഈ ഒരു മാസം കൃത്യനിഷ്ഠയോടുകൂടി വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭഗവത് പ്രാർത്ഥന ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല എന്നാണ് പറയുന്നത്. അപ്രകാരം കാലത്ത് സ്നാനം ഏറ്റവും മുഖ്യം. പ്രഭാത സ്നാനമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സ്നാനം ചെയ്യണം. അത് കുളത്തിലോ നദിയിലോ ആണെങ്കിൽ അത്യുത്തമം എന്നാണ് പറയപ്പെടുന്നത്. അപ്രകാരം സ്നാനം ചെയ്ത് ഭഗവത് ഭജനം ചെയ്താൽ എല്ലാവിധ നന്മയും ഉണ്ടാകും. അപ്രകാരം ചെയ്യാത്തവരെ ഭഗവാൻ കോപിക്കും, ശപിക്കും എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ് സമർപ്പിച്ചത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം 5-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം